നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പുണർദം നക്ഷത്രത്തെ കുറിച്ചാണ്. പുണർദം നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് 16 മുതൽ 31 വരെ ഇവർക്ക് ഭാരതീയ ജ്യോതിഷ പ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ മാറ്റങ്ങളെ ഇവർക്ക് എങ്ങനെ സ്വീകരിക്കണമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെയുള്ള ഒരു ഫലമാണ്, പൊതുവായിട്ടുള്ള ഫലമാണ്. ഇത് രണ്ടു പേർക്കും ബാധകമാണ്. ആദ്യമായിട്ട് നമ്മളൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഫലം കൂടുതലായിട്ട് ലഭിക്കുവാനായിട്ട്, ദോഷഫലങ്ങളാണെങ്കിൽ മാറിപ്പോകുവാനും ഗുണഫലങ്ങളാണെങ്കിൽ കൂടുതൽ ലഭിക്കുവാനുമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം വ്രതം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ വ്രതം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും വ്രതം എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലുള്ള ദൈവത്തിനെ പ്രാർത്ഥിച്ച് സൂര്യ ഉദയം മുതൽ അസ്തമനം വരെ മറ്റു ചിന്തകളൊന്നുമില്ലാതെ മാനസികമായിട്ട് തയ്യാറെടുത്ത് വ്രതം ഇരിക്കുക എന്നുള്ളതാണ്. അന്നേ ദിവസം നോൺ വെജ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തം ആരോഗ്യസ്ഥിതി അനുസരിച്ച് ശാരീരികമായിട്ടുള്ള വ്രതം നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ ഉചിതമായിരിക്കും പുണർദം നക്ഷത്രത്തിൽ ജനിച്ച. എന്നിരുന്നാലും മാതാപിതാക്കൾ ഒരു കരുതൽ ആവശ്യമായിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഇവർക്ക് ചെറിയ സമ്മർദ്ദങ്ങളൊക്കെ ഏറുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട് ഇവർക്ക് ആവശ്യമുണ്ട്. കാരണം ഇവരെ ഒരുപാട് ആളുകൾ ചേർന്ന് സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രീതിയൊക്കെ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചുറ്റുമുള്ളവർ, അതായത് മാതാപിതാക്കളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇവർക്ക് കഴിയുന്നത്ര സപ്പോർട്ട് കൊടുക്കുക. ഇവരെ അധികം പ്രഷർ ചെലുത്താതിരിക്കുക. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അധികം അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ ഏറുന്നതാണ് വിദ്യാർത്ഥികൾക്ക്. അത് പല പ്രശ്നങ്ങളിലേക്ക് വഴി തിരിച്ചുവിടുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് പുണർദം നക്ഷത്രത്തിൽ പറഞ്ഞ ആളുകളുടെ ഫലമാണ്. പക്ഷെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ചുറ്റുമുള്ള ആളുകളാണ്. കൃഷിയിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ കൃഷിവിളകളൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു സമയമാണ്. ആദായമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നാൽക്കാലികളെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വയം തൊഴിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. സ്വയം തൊഴിലൊക്കെ നിങ്ങൾക്ക് മികച്ച വരുമാനം കണ്ടെത്താൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സ്വന്തം തൊഴിലൊക്കെ വിട്ട് മറ്റൊരു സ്വയമായിട്ടൊരു തൊഴിലൊക്കെ കണ്ടെത്തി അത് സ്വയം തൊഴിലായിട്ട് സ്വീകരിച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതിനായിട്ട് ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്കൊക്കെ അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. കൃത്യമായിട്ടുള്ള ഒരു സമയത്താണ് നിങ്ങളിത് തുടങ്ങാന് പദ്ധതി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അധിക വരുമാനമൊക്കെ വരുന്ന ഒരു സമയമാണ്. എന്നാൽ വിദേശത്തുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ ജോലിയിൽ തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സ്വദേശം വിട്ട് താമസിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികപരമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. അധിക വരുമാനം ഉണ്ടാവുമെങ്കിലും അത് അമിതമായിട്ട് ചെലവായി പോകാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇത് പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ച് ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ വരികയും അതുമൂലം സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ആ ഉപയോഗമൊക്കെ ഒന്ന് നിങ്ങൾ കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ചെറിയ പോലീസ് കേസൊക്കെ 26, 27 തീയതികളിൽ വരാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെ അതൊന്ന് ശ്രദ്ധിക്കണം. പോലീസ് കേസിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കുക. വാഗ്വാദങ്ങളൊന്നും ഒന്നിനും പോകരുത്. ഈ 2 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. ഇതുമൂലമൊക്കെ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 2 ദിവസം 26, 27 തീയതികൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകാതെ പോകുന്ന ഒരു സമയമാണ്. എങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ താരകാസ്ഥിതി കൃത്യമായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിവാഹമൊക്കെ നടക്കുന്നതാണ്. ചില ആളുകളൊക്കെ നിങ്ങളെ അപഖ്യാതിയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചില ശത്രുദോഷമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുക. ശത്രുദോഷമൊക്കെ മാറുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഹിന്ദു മതത്തിൽ പെട്ടവരാണെങ്കിൽ ഭദ്രകാളിയെയും ശിവ ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. സ്വത്ത് തർക്കമൊക്കെ ഉണ്ടാവാനുള്ള ചെറിയ സാധ്യതകളുണ്ട്. നിങ്ങളുടെ
സാമ്പത്തിക ഇടപാടുകളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് സമ്പത്ത് ഒരുപാട് വരുന്നുണ്ട്, എങ്കിലും അത് അതേ രീതിയിൽ ചെലവായി പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനൊന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സമ്പത്ത് നിങ്ങൾക്ക് പിന്നീട് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് പ്ലാൻ ചെയ്ത് മാത്രം നിങ്ങൾ ചെലവാക്കുക. ദാമ്പത്തിക ജീവിതത്തില് ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ വരുന്നുണ്ട്. അത് പറഞ്ഞു തീർക്കുക, വലിയ പ്രശ്നങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകരുത്. നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടതാണ്, ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഈ പുണർദം നക്ഷത്രക്കാരുടെ മുഴുവൻ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് വളരെ മുന്നേറ്റം കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അതുപോലെ തന്നെ ചെലവും വരുന്നുണ്ട്. എങ്കിലും ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് നല്ല നേട്ടമാണ് കാണുന്നത്. കൃഷിപരമായിട്ടും നല്ല നേട്ടമാണ് കാണുന്നത്. മാനസികമായിട്ട് ചെറിയ സമ്മർദ്ദങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണെങ്കിലും നിങ്ങൾക്ക് എല്ലാം നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. പുണർദം നക്ഷത്രക്കാർ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈശ്വരന്റെ അനുഗ്രഹം വളരെയധികം ആവശ്യമുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.